സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വലിയ മുന്നേറ്റം, അതായത് എല്ലാ കാറ്റഗറിയിലും യുഡിഎഫ് വലിയ തിരിച്ചുവരവ് നടത്തുന്നു എന്നുള്ളതാണ് ഈ നിലവിൽ വന്ന ഫലം സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ 27 സീറ്റുമായി എൻഡിഎ വ്യക്തമായ മേൽക്കൈ നിലനിർത്തുന്നുണ്ട്. 16 സീറ്റിൽ തുടരുകയാണ് എൽഡിഎഫ് ഇപ്പോഴും. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അട്ടിമറി വിജയം കൊല്ലം ജില്ലയിൽ നടക്കും. 11 സീറ്റാണ് യുഡിഎഫിനുള്ളത്. 5 സീറ്റായി ചുരുങ്ങിയിരിക്കുന്നു എൽഡിഎഫ്. കൊച്ചി കോർപ്പറേഷൻ വ്യക്തമായ മേൽക്കൈയോടുകൂടി തന്നെ 47 സീറ്റ് യുഡിഎഫ് നേടി. 27 സീറ്റാണ്. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനിടയിലും മറ്റൊരു കൗതുക വാർത്ത എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു. BJPയുടെ ആശാ മുരളി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർഡിൽ BJPയുടെ ആശാ മുരളി വിജയിച്ചിരിക്കുന്നു. അതുപോലെ കൈതവന വാർഡ് എന്ന് പറയുന്നത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വാർഡാണ്. അവിടെ UDF പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയുണ്ടല്ലോ, എല്ലാവരും അറിഞ്ഞ വാർത്ത. AKG സെൻറ്റർ ഉൾപ്പെടുന്ന കുന്നുകുഴി വാർഡ്, അവിടെ UDF വിജയിച്ചിരിക്കുന്നു. കുന്നുകുഴിയിൽ IP ബിനു LDF സ്ഥാനാർത്ഥി, മുൻ കൗൺസിലർ കൂടിയായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വളരെ ശ്രദ്ധേയമായ ചില വാർത്തകൾ, പരാജയങ്ങളും വിജയങ്ങളും ഈ രീതിയിൽ അട്ടിമറികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മധ്യകേരളത്തിലെ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കൊച്ചി കോർപ്പറേഷൻ ഏതാണ്ട് UDF ഉറപ്പാക്കി കഴിഞ്ഞു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കേരള കോൺഗ്രസിന്റെ തട്ടകമാണ്. പക്ഷേ UDF അവിടെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമ്പിളി, UDFന് മികച്ച ഒരു മുന്നേറ്റം മധ്യകേരളത്തിൽ ദൃശ്യമാണ്. മധ്യകേരളം അവരുടെ ഒരു കുത്തക സ്ഥലങ്ങളായ ഒരുപാട് സ്ഥലങ്ങളും സ്വാധീനമുള്ള സ്ഥലങ്ങളുമാണ്. പക്ഷേ കേരള കോൺഗ്രസ് വിട്ടുപോയ ശേഷം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ ആ ബലത്തിലാണ് LDF പല സ്ഥലങ്ങളിലും മികച്ച ഒരു നേട്ടം കൈവരിക്കാനായത്. പക്ഷേ ഇത്തവണ കേരള കോൺഗ്രസ് കൂടെ ഉണ്ടായിട്ട് പോലും ആ പ്രഭാവം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. UDFന്റെ ഒരു മുന്നേറ്റം അവിടെ ദൃശ്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കൊച്ചി കോർപ്പറേഷനിൽ വളരെ മികച്ച രീതിയിൽ UDF മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 45 സീറ്റുകൾ ഇപ്പോൾ അവരുടെ കൈവശം അവർ ലീഡ് ചെയ്യുകയും അവരുടെ വ്യക്തമായ നില കാണിക്കുകയും ചെയ്യുന്നു. 28 LDFിനുള്ളത്. 3 സീറ്റ് മാത്രമാണ് NDAക്കുള്ളത്. ഈ ഘട്ടത്തിൽ നേരത്തെ കഴിഞ്ഞ തവണ 33, 31 എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത്. അതായത് കൊച്ചി കോർപ്പറേഷൻ ഭരണം തിരിച്ച് UDFിന്റെ കയ്യിലേക്ക് വരാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല കൊച്ചിയിലെ 13 മുനിസിപ്പാലിറ്റികളിലും UDF വ്യക്തമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലിയിൽ 6, മൂവാറ്റുപുഴ 13, നോർത്ത് പറവൂർ 14, പെരുമ്പാവൂർ 12, പിറവൂർ 16, തൃക്കാക്കര 19, ഏലൂർ 10, കൂത്താട്ടുകുളം 9, കോതമംഗലം 21. ഈ രീതിയിൽ വിജയിച്ചു നിൽക്കുകയാണ്. ഇതിന്റെയൊക്കെ ഇത് വലിയ വ്യത്യാസത്തിലാണ് LDF പിന്നിൽ നിൽക്കുന്നത്. തൃപ്പൂണിത്തുറ മാത്രമാണ് BJPക്ക് ഈ മുനിസിപ്പാലിറ്റികളിൽ സ്വാധീനമുള്ളത്. അതായത് എറണാകുളത്തെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും മികച്ച രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കൗതുകകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ആശാ മുരളി BJP സ്ഥാനാർത്ഥി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥലത്ത് വിജയിക്കുന്നു എന്നുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. പക്ഷേ പൊതുവെ BJPക്ക് എറണാകുളം കൊച്ചി കോർപ്പറേഷനിൽ ഒരു മികച്ച വിജയം സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ CG രാജഗോപാൽ എന്ന് വിളിക്കുന്ന മുത്തു രഘുപുരത്ത് പരാജയപ്പെട്ട ഒരു കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും BJP മുന്നേറുന്നില്ലെങ്കിലും UDFനെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്ന് ഇടപെടുകയാണ്. പൊതുവെ UDFന് അനുകൂലമായ ഒരു സാഹചര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ ത്രിതല പഞ്ചായത്തുകളിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ഇപ്പോൾ UDFന് അനുകൂലമായ ഒരു സാഹചര്യം വരുന്നു. അതിനിടയിൽ ശ്രദ്ധേയമായ ചില ഫലങ്ങൾ കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് 3 മുന്നണികളെയും ഒരേപോലെ മറികടന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 373 വോട്ടിനാണ് രാധാകൃഷ്ണന്റെ വിജയം. LDF, UDF, NDA മുന്നണികളെ മറികടന്നുകൊണ്ടാണ് രാധാകൃഷ്ണന്റെ വിജയം. അതേസമയം കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്ത, കണ്ണൂരിൽ നേരത്തെ കോടതി ശിക്ഷിച്ച LDF സ്ഥാനാർത്ഥി, പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ വാർഡിലെ LDF സ്ഥാനാർത്ഥി VK നിഷാദ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് ഇപ്പോൾ ജയിലിലാണ്. ആ നിഷാദാണ് ഇപ്പോൾ കണ്ണൂരിൽ വിജയിച്ചിരിക്കുന്നത്. LDFിന്റെ ഒരു ഉറച്ച കോട്ടയിലാണ് അദ്ദേഹം മത്സരിച്ചത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. നിലവിൽ ഒരു പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ UDF 4 സീറ്റ് നേടി മുന്നേറ്റം തുടരുകയാണ്. LDFന് 1 സീറ്റ് മാത്രമേ ഉള്ളൂ. NDA 1 സീറ്റിൽ. കൊല്ലം കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ 12 സീറ്റുമായി UDF, LDFന് 15, NDAക്ക് 4. കൊച്ചിയിലേക്ക് വരുമ്പോൾ 47 UDF, LDF 26, NDA 3. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ UDF
കോർപ്പറേഷൻ സ്വന്തമാക്കി കഴിഞ്ഞു. 33 സീറ്റ്, 14 LDF, 8 NDA. ഒപ്പം തന്നെ കോഴിക്കോട് 21 LDF, 16 UDF, NDA 10. കണ്ണൂരിലേക്ക് വരുമ്പോൾ 12 LDF, 24 UDF, 3 NDA. അങ്ങനെ പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും UDFന് വൻ നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനീഷ് കൊട്ടാരത്തിൽ ചേരുന്നുണ്ട്. ബിനീഷ്, ഈ ആദ്യ മണിക്കൂറുകളിലെ ഫലം വരുമ്പോൾ UDFന്റെ ഒരു ട്രെൻഡ് എന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ ഈ പാലക്കാട് പ്രധാനമായിട്ടും ഇപ്പോൾ ഇടതുമുന്നണി തന്നെയാണ് ആ ട്രെൻഡ് നിലനിർത്തുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്നാൽ പാലക്കാട് നഗരസഭയിലെ അതിശക്തമായൊരു പോരാട്ടം നടക്കുന്നു. LDFും BJPയും തമ്മിലാണ് പോരാട്ടം. BJPക്ക് അല്പം മുന്നേറ്റമുണ്ടെങ്കിലും അവിടെ LDF തൊട്ടടുത്ത് വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 4 ഡിവിഷനുകൾ പാലക്കാട് BJPക്ക് നഷ്ടമായിരിക്കുന്നു. 4 സിറ്റിംഗ് മണ്ഡലങ്ങൾ നഷ്ടമായിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഷൊർണൂരിൽ ഒരു വലിയ പോരാട്ടം തന്നെയാണ് BJPയും ഇടതുമുന്നണിയും തമ്മിൽ കാഴ്ചവെച്ചത്. എന്നാൽ ഒടുവിൽ BJPക്ക് 4 സീറ്റുകളുടെ മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അവിടെ ഭരണം LDF ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 7 നഗരസഭകളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. പാലക്കാട്ടെ അതിൽ മണ്ണാർക്കാട് മാത്രമാണ് UDFന് ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നത്. 5 ഇടതുമുന്നണി തന്നെ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ശ്രദ്ധേയമായ കാര്യം. പാലക്കാട് നഗരസഭ ഏതാണ്ട് BJPക്ക് മുൻതൂക്കമുണ്ടെങ്കിലും ഒപ്പത്തിനൊപ്പം പിടിക്കുവാനായി ഇടതുമുന്നണിക്ക് കഴിയുന്നു. എന്നാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ വലിയ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ LDFനുണ്ടായിരുന്നെങ്കിൽ അതിൽ ചെറിയ മാറ്റമുണ്ടാകുന്നു. UDFന് ചെറിയ തരത്തിലെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു. എന്നാലും പൊതുവെ പാലക്കാട് ജില്ല ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പം തന്നെ നിൽക്കുന്നു എന്നാണ് ഇടപെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് വിജയിച്ചിരിക്കുന്നു. കാരപ്പറമ്പ് വാർഡിൽ 3ാം തവണയാണ് നവ്യ ഹരിദാസിന്റെ വിജയം. ഇന്ത്യയുടെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു നവ്യ ഹരിദാസ്. കൊട്ടാരക്കര നഗരസഭാ ഭരണം LDFന് നിലവിൽ 17 സീറ്റുകളിൽ LDF വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. മുൻ ചെയർമാൻ SR രമേശ് BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്ന വിവരം കൂടി ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. കൊട്ടാരക്കര നഗരസഭാ ഭരണം LDF നിലനിർത്തുകയായിരുന്നു. LDF 17, UDF 7, BJP 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കൊട്ടാരക്കര നഗരസഭയിലെ നിലവിലെ കക്ഷിനില അല്ലെങ്കിൽ ലീഡ് നില അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ശക്തികുളങ്ങര ഡിവിഷനിൽ, കൊല്ലം കോർപ്പറേഷനിലാണ് ശക്തികുളങ്ങര ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥി ഷിജി 1385 വോട്ടുകൾക്ക് വിജയിച്ചു. മീനത്തുചേരി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ദീപു ഗംഗാധരൻ 2166 വോട്ടുകൾക്ക് വിജയിച്ചു.